വേദിയിലും സദസ്സിലും എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രണ്ട് പ്രത്യേകതകളുള്ള പ്രോഗ്രാംസാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഒന്ന് ഭാരതീയ ഹ്യൂമൻ റൈറ്റ്സ് പറയൂ ചാച്ചാജിയുടെ ജന്മദിനം ഓർമ്മിക്കും. അപ്പൊ നെഹ്റുവിന്റെ ഇന്ത്യയുടെ ആദ്യത്തെ ആരാണ് പ്രസിഡന്റ് ആണോ? പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ 61ാം ചരമദിനം കൂടെയാണ് ഈ രണ്ട് പ്രത്യേകതകളുള്ള ദിവസങ്ങൾ. അപ്പം എന്തുകൊണ്ടും ഇവിടെ ഒരു വേദിയാക്കി നമ്മൾ എടുത്തതിന് കാരണം നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഈ ഒരു വർഷത്തിലേക്ക് കടക്കുകയാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒരു കുറ്റം പറഞ്ഞു തരുന്നതിനായിട്ടും ഒക്കെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എല്ലാ പേരും ഇവിടെ എത്തിയിരിക്കുന്നത്. പല പല രംഗങ്ങളിൽ ശോഭിക്കുന്ന ഓരോരുത്തരും ശോഭിക്കുന്ന ഓരോ മഹത്വങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കടമയിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഇതെല്ലാം സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമേ നമ്മുടെ മുമ്പിലെ എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്കൊരു വേദി ഒരുക്കി സ്മാരകനിധിയുടെ ചെയർമാനായ ഡോക്ടർ രാധാകൃഷ്ണൻ സർ എത്തിക്കൊണ്ട് സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാളയം ഇമാം സുഗൈ മൗലവി എത്തിയിട്ടില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ആബ്സൻസില് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സമാനദാനവും ആദരവും അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ തിരുവനന്തപുരത്തിന്റെ രക്ഷാധികാരിയായ അഡ്വക്കേറ്റ് ഭരണിയം ദേവകുമാർ സാർ എത്തിയിട്ടുണ്ട്. സാറിനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മഹാത്മാഗാന്ധി പീസ് ഫൗണ്ടേഷന്റെ ചെയർമാനായ പ്രദീപ് കുമാർ സാറിനെ വേദിയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കുട്ടികൾക്കായുള്ള വ്യക്തിത്വ വികസന ക്ലാസ് നടത്തുന്നതിനായിട്ട് രചിത രാജായിയെ ക്ഷണിച്ചിരുന്നു. മേഡത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ സമൂഹത്തില് ഏറ്റവും അധികം വിപത്തായി നിൽക്കുന്ന ഒരു കാര്യം എന്താണത്? കുറേ നാളുകളിൽ നമ്മൾ സ്ഥിരം പേപ്പറിലും ഒരുപാട് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് വളരെ വിപത്തായി വന്നിരിക്കുന്നത്?